നമസ്കാരം. ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. സുവർഗാനുരാഗമാണ് വിഷയം. സുവർഗാനുരാഗമല്ല, സുവർഗാനുരാഗികളെ ആശീർവദിക്കാൻ, അവർക്ക് സുവർഗ ദമ്പതികൾക്ക് കൂദാശകളുടെയോ ആരാധനക്രമങ്ങളുടെയോ ഭാഗമല്ലാതെ ആശീർവാദം നൽകാൻ വൈദികരെ ഔദ്യോഗികമായി അനുവദിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇതിന്നൊരു വാർത്തയാണ്, പ്രമുഖ പത്രങ്ങളിലൊക്കെ ഇതൊരു വാർത്തയാണ്. സത്യത്തിൽ ഇങ്ങനെ വാർത്ത വരുമ്പോഴാണ് ഏത് അവസ്ഥയിലാണ് ഈ സ്വർഗാനുരാഗികൾ നിൽക്കുന്നത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്. കാരണം ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും കാതൽ എന്ന് പറഞ്ഞ സിനിമ ചർച്ച ചെയ്തത് സ്വർഗാനുരാഗവുമായി ബന്ധപ്പെട്ടൊരു പ്രമേയമാണ്. മാത്യുവും തങ്കനും എന്ന രണ്ട് കഥാപാത്രങ്ങൾ, ഒരുപക്ഷെ സിനിമയിൽ അവർ തമ്മിലുള്ള അത്തരം ഒരു അനുരാഗത്തിൻ്റെ രംഗങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും വ്യംഗ്യമായി അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമാ ലോകം ചർച്ച ചെയ്തതും. ആ വേഷത്തിൽ മമ്മൂട്ടി അഭിനയിച്ചതും അതിന് പിന്നാലെ കാസ ഒരു രംഗത്ത് വരികയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ എന്തായാലും ഈ സ്വർഗാനുരാഗത്തിൽപ്പെട്ട ദമ്പതികളെ ആശീർവദിക്കാൻ ഔദ്യോഗിക അനുമതി വൈദികർക്ക് കൊടുത്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിലെ വിദഗ്ധൻ ടിറ്റോയാണ് ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ടത്. വിദഗ്ധൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഞാനിത് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. സത്യത്തിൽ അതങ്ങനെ ഒരു ആശീർവദിക്കാനുള്ളൊരു അനുവാദം കൊടുക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ഒരു വിവാഹമായിട്ട് കണ്ട് ആശീർവദിക്കുക എന്ന തരത്തിലല്ല ആ അനുവാദം കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ വളരെ ഫേമസ് ആയിട്ടുള്ള കത്തോലിക്ക പള്ളികളിലൊക്കെ ഇപ്പം വേളാങ്കണ്ണി, നമ്മുടെ ഇവിടെ നാട്ടിലെ കുറച്ച് പള്ളികൾ ഒന്നെടുത്ത് നോക്കൂ. കത്തോലിക്കരായിട്ടുള്ള കത്തോലിക്ക സഭയുടെ കീഴിലുള്ള വലിയ വലിയ പള്ളികൾ ഒന്നെടുത്ത് നോക്കൂ. അവിടെയൊക്കെ വരുന്ന ആളുകളിൽ നല്ലൊരു പങ്കും മറ്റ് മതവിശ്വാസികളാണ്. വേളാങ്കണ്ണി പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇടപ്പള്ളി പള്ളി, അങ്ങനത്തെ എത്രയോ പള്ളികളുണ്ട്. അത് ഈ കത്തോലിക്ക പള്ളിയുടെ കീഴിൽ മാത്രം, കത്തോലിക്ക സഭയുടെ കീഴിൽ മാത്രമല്ല, മറ്റ് സഭകളുടെ കീഴിലുള്ള പല പള്ളികളിലും വരുന്നവരിൽ വലിയൊരു വിഭാഗം ആളുകളും ഒരു പക്ഷേ ക്രൈസ്തവ വിശ്വാസികളാകണമെന്ന് തന്നെയില്ല. അപ്പോൾ പക്ഷേ ഈ പള്ളികളിലൊക്കെ ഇപ്പോൾ ഒരു കത്തോലിക്ക പള്ളിയിലാണെങ്കിൽ ഒരു അച്ഛൻ മദ്ബഹ ഇതിൻ്റെ അൾത്താരയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടെ കുറച്ച് പേരിങ്ങനെ ക്യൂ നിന്ന് അച്ഛൻ ഇവരെ ഇങ്ങനെ തലയിൽ കൈവച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ ചില സ്ത്രീകൾ കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. വലിയ ആളുകൾ വരും, അവരെ പ്രാർത്ഥിക്കും. അങ്ങനെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ വരുമ്പോൾ ആ ആൾ ക്രൈസ്തവ മതവിശ്വാസി അല്ല എന്ന് പറഞ്ഞ് നിന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല, മാറിയിരിക്കും എന്ന് വൈദികർ പറയില്ല. ഒരിക്കലും ഒരു വൈദികരും അങ്ങനെ പറയില്ല. എല്ലാവരെയും പ്രാർത്ഥിക്കുക. അതിപ്പോൾ ചന്ദനം തൊട്ടുകൊണ്ട് എന്നാലോ അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥനാണ് എന്ന ഒരു ലേബലിൽ പ്രകടമായ രീതിയിൽ അങ്ങനെ ഒരു ലേബലുമായി ചെന്നാൽ പോലും വൈദികർ അതിനെയൊന്നും വിളിക്കില്ല. വൈദികർ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്നുണ്ടെങ്കിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കും. സ്വർഗാനുരാഗം അല്ലെങ്കിൽ സ്വർഗ അനുരാഗിയായിരിക്കുന്ന ഒരാളെ അങ്ങനെ ആശീർവദിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ദമ്പതികൾ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്വർഗാനുരാഗികളായ 2 പേർ ഒരു പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദികൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ഒരാൾക്ക് പനിയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഈ വത്തിക്കാൻ ന്യൂസിൻ്റെ ഒരു ലേഖനമൊക്കെ വന്നിരുന്നു. അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് പറയുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വർഗാനുരാഗികളാണ്, അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കില്ല, അതുകൊണ്ട് ഞാനും നിങ്ങളെ അനുഗ്രഹിക്കില്ല എന്ന് പറയാൻ ഒരു വൈദികന് സാധിക്കില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പൊതുവായ സഭയുടെ എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. ചിലർ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തോടൊപ്പം നിൽക്കുന്നു. അല്ലെങ്കിൽ സഭയോട് ചോദിക്കുന്ന ഒരു സംശയം, അതായത് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ഇത് ഔദ്യോഗികമായിട്ട് ഇതിനുള്ളൊരു അനുമതി കൊടുത്തിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതെ, ഇതുവരെ ഈ ടിറ്റോ പറഞ്ഞതുപോലെ അങ്ങനെ 2 ദമ്പതികൾ വന്നാൽ ഒരു പേർ അവിടെ വന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് സ്വർഗാനുരാഗികൾ പറഞ്ഞാൽ ഇവർ സ്വർഗാനുരാഗികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെ ഔദ്യോഗികമായി അവരെ ആശീർവദിക്കാനുള്ള അനുമതി അച്ഛന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അതായത് അതിനൊരു വിലക്ക് വരും. അതായത് ഒന്നാമത്തെ കാര്യം, ഒരച്ഛൻ്റെ മുമ്പിൽ, ഒരു വൈദികൻ്റെ മുമ്പിൽ അങ്ങനെ 2 പേർ വരുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം പോകുന്നത് ഈ സ്വർഗാനുരാഗം എന്ന് പറയുന്നത് സഭ വലിയ രീതിയിൽ ഒരു തിന്മയായി കാണുന്നത്, അത് മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു പാപമായി കാണുന്ന ഒന്നാണ് സ്വർഗാനുരാഗം എന്ന് പറയുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ അങ്ങനെ 2 പേര് വരുമ്പോൾ അവരെ അങ്ങനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാമോ എന്നുള്ളൊരു സംശയം ഒരു വൈദികൻ്റെ മനസ്സിൽ വളരെ സ്വാഭാവികമായിട്ടും ഉടലെടുക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ പലരും ഇതിനെ പല രീതിയിലായിരിക്കും. ഇപ്പോൾ പൊതുവായി ഇതിനൊരു കോമൺ ആയിട്ടുള്ളൊരു ഒരു സംവിധാനമില്ല. പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സ്വർഗ അനുരാഗം അല്ലെങ്കിൽ സ്വർഗ വിവാഹമൊക്കെ
നിയമപരമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ യൂറോപ്യൻ മേഖലകളിലൊക്കെയുള്ള കത്തോലിക്ക വൈദികരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർക്കൊരു ഡൗട്ട് വരും. അതായത് ഞാൻ കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് സ്വർഗാനുരാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വർഗ വിവാഹം എന്ന് പറയുന്നത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഞാനിനി ഇവരെ ആശീർവദിക്കാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, അതോ എനിക്കങ്ങനെ ആശീർവദിക്കാം, അല്ലെങ്കിൽ ആ വൈദികൻ്റെ മനസ്സിലൊരു സംശയം വരും. ഇയാളൊരു സ്വർഗാനുരാഗിയാണ് എന്നുള്ളത് ശരി തന്നെ, പക്ഷേ അയാളിപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു ബ്ലെസ്സിങ് തേടുമ്പോൾ ഞാനത് വിലക്കാൻ എനിക്കെന്ത് അധികാരം എന്നുള്ളൊരു ചിന്ത കൂടി ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു വൈദികൻ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ കത്തോലിക്ക സഭാ വിശ്വാസികളായിരിക്കും, അദ്ദേഹം കത്തോലിക്ക സഭയിൽ ജനിച്ച ആളാണ്, കത്തോലിക്ക സഭയിൽ മാമോദിസ സ്വീകരിച്ച ആളാണ്, ഈ കുർബാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ച് അങ്ങനെ വരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിപരമായ ഈ സ്വർഗാനുരാഗം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ നിമിത്തം അല്ലെങ്കിൽ ആ ഒരു പ്രേരണ നിമിത്തം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതിൽ നിന്ന് ഒരു വൈദികന് വിലക്കാൻ അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ ഉള്ളിൽ വരും. അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കാതിരിക്കുകയുമില്ല. അനുഗ്രഹിക്കാതിരിക്കാൻ ഇപ്പം അങ്ങനെ അനുഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വേണമെങ്കിൽ ഒരു അച്ഛന് പറയാം, ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലും അവർ അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല, ആശീർവദിക്കാതിരുന്നില്ല. ഞാൻ പലപ്പോഴും വാർത്തകൾ കണ്ടിട്ടുണ്ട്, ഇന്നടത്തെ ഇന്ന വൈദികർ അല്ലെങ്കിൽ ഇന്ന ബിഷപ്പ് സ്വർഗാനുരാഗികളായ ദമ്പതികളെ ആശീർവദിച്ചു, അതിൽ വത്തിക്കാൻ വിശദീകരണം തേടി. അല്ലെങ്കിൽ ഇന്നടത്തെ ഇന്ന ദമ്പതികൾ ചെന്ന് ഞങ്ങൾ സ്വർഗാനുരാഗികളാണ്, ഞങ്ങളെ ആശീർവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അതിനെ വിലക്കി. ഇക്കാര്യത്തിൽ ലോകമെമ്പാടും ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഒരു ശാരീരിക പ്രത്യേകതകളോ ഹോർമോണൽ പ്രത്യേകതകളോ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ സ്വഭാവങ്ങളോ ഒന്നും ഇപ്പൊ വലിയ കാര്യമായി പരിഗണിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെയൊന്നും അബ്നോർമാലിറ്റി ആയിട്ട് പഴയതുപോലെ കാണുന്നില്ല. അത്തരത്തിൽ സഭ ഒരു അപ്ഡേറ്റിന് തയ്യാറാവുകയാണ് എന്ന് വേണോ നമ്മൾ ഇതിനെ കണക്കാക്കാൻ. കാരണം അത് ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഒരു കാര്യം, ദമ്പതികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്വർഗ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തി കൊടുക്കാൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു സാന്നിധ്യത്തിൽ നടത്തി കൊടുക്കാൻ ഈ പ്രസ്താവന അതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് ടിറ്റോ പറഞ്ഞത്. അല്ല, ആ പ്രസ്താവന അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യരുതെന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പമോ അപവാദമോ ഒഴിവാക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ്. ക്രമരഹിതമായ സാഹചര്യങ്ങളിലോ സ്വർഗ ദമ്പതികളോ അനുഗ്രഹം ചോദിക്കുമ്പോൾ അതൊരു സിവിൽ യൂണിയൻ്റെ ചടങ്ങുകൾക്ക് അനുസൃതമായി ഒരിക്കലും നടത്തരുത്. ഒപ്പം അവരുമായി ബന്ധപ്പെട്ട് പോലും വിവാഹത്തിന് യോജിച്ച വസ്ത്രങ്ങളോ ആംഗ്യങ്ങളോ വാക്കുകളോ ഉപയോഗിച്ച് ഇത് നടത്താനും കഴിയില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു വിവാഹത്തിൻ്റെ സമയത്ത് നമുക്കറിയാം, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു പള്ളിയിൽ ചെന്ന് നിന്നിട്ട് അവിടെ കല്യാണമാണോ നടക്കുന്നത് മരിച്ചടക്കാണോ നടക്കുന്നത് നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. കാരണം വളരെ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് നടക്കുക. അതോ അവിടെ ഒരു മാമോദിസയാണോ, അതിന് ക്രിസ്ത്യാനിയാണോ ഒന്നും നിർബന്ധമൊന്നുമില്ല. ഒരു പള്ളിയിൽ എന്ത് ചടങ്ങാണ്, ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരു താലികെട്ടാണോ നടക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും ഒരു പൂജയാണോ നടക്കുന്നതെന്ന് അറിയാൻ ഹിന്ദുക്കളാണോ എന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു വിവാഹം എന്ന് പറയുമ്പോൾ നമ്മളത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ നടക്കുന്നത് ഒരു കല്യാണമാണ്. അങ്ങനെയൊരു സാമ്യം പോലും വരാത്ത രീതിയിൽ വേണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ തമ്മിൽ നിങ്ങൾ തമ്മിൽ എന്നാൽ ഇനി ഒന്നിച്ച് ജീവിച്ചോ അതിന് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ വിവാഹിതരായിരിക്കും, നിങ്ങൾ കുടുംബമായിട്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കൂ എന്ന രീതിയിലല്ല അതെ, ഭർത്താവുമാണ് ഭാര്യയുമാണ് എന്നുള്ളൊരു പ്രശ്നമാണോ അല്ലെങ്കിൽ ഒന്നും നിർവചിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിർവചിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ എന്നാൽ നിങ്ങൾ വിവാഹിതരായിരിക്കൂ എന്ന് പറഞ്ഞ് ആശീർവദിക്കാനേ പറ്റില്ല. അതിന് വിലക്കുണ്ട്. പക്ഷേ അങ്ങനെ ഒരു രീതിയിലല്ല ഇതിനെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരുപാട് പൊളിച്ചെഴുത്തുകൾ വേണ്ടി വരും അക്കാര്യത്തിൽ. അതായത് വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ആയിരിക്കണം എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ. അവർ ഭാര്യ ആകണോ ഭർത്താവാകണോ ഇതൊന്നും അല്ലാതായിരിക്കണോ എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന ഒരു ലോകമാണിത്. ഏത് സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചാൽ പോലും അതങ്ങനെയാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ ആധുനിക സമൂഹത്തിൽ പുരുഷനും വിവാഹം കഴിച്ചാലും സ്ത്രീയും വിവാഹം കഴിച്ചാലും അതെന്തായിരിക്കണം എന്ന് ആർക്കും നിഷ്കർഷിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. അതിനൊരു പ്രത്യേക നിർവചനവുമില്ല. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ആ സ്വർഗ വിവാഹത്തെ ഒരു പള്ളിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നടത്തിക്കൊടുക്കാൻ നിലവിൽ ഈ പ്രസ്താവന ഏതെങ്കിലും ഒരു പള്ളിക്കോ പള്ളി വികാരിക്കോ അനുമതി കൊടുക്കുന്നില്ല. ഒരു കാരണവശാലും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യരുതെന്ന് പ്രത്യേകമായി ഈ ഡോക്ടറിൽ പ്രത്യേകമായി പറയുന്നുമുണ്ട്. ഈ പ്രഖ്യാപനത്തിൽ അത് പ്രത്യേകം മാർപ്പാപ്പ ഒപ്പിട്ടു എന്ന് പറയുന്ന ഈ പ്രഖ്യാപനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ ചില പാരഗ്രാഫുകളിൽ ഇത് എടുത്ത് പറയുന്നുണ്ട്, ഏത് സാഹചര്യങ്ങളിലാണ് അവരെ ആശീർവദിക്കേണ്ടതെന്നുള്ള കാര്യം ഉൾപ്പെടെ പറയുന്നത്. അതേസമയം ഞാൻ ചോദിക്കുന്നത്, സഭാ വിശ്വാസികളായ 2 സ്വർഗാനുരാഗികൾക്ക് വിവാഹം കഴിക്കുന്നതിന് സഭയ്ക്ക് എതിർപ്പില്ല എന്ന ഈ പ്രസ്താവനയിൽ ധ്വനിയുണ്ടോ? അങ്ങനെ ഒരു ധ്വനിയില്ല.
അങ്ങനെ പറയാൻ ഒന്നാമത്തെ കാര്യം സ്വവർഗ വിവാഹം എന്ന് പറയുന്ന ഒരാശയത്തോട് അല്ലെങ്കിൽ ആ രീതിയോട് കത്തോലിക്ക സഭയ്ക്ക് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമായൊരു ഒരു കത്തോലിക്ക ഓൺലൈനിൽ വന്ന ഒരു വാചകം ഒരു കണ്ണിക ഞാൻ വായിക്കാം. സ്വവർഗഭോഗ വാസനയുള്ളവരെ കത്തോലിക്ക സഭ കലവറയില്ലാതെ സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു വാസന ഒരാളുടെ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് വെച്ച് സഭയ്ക്ക് ആ ആളോട് സ്നേഹക്കുറവുണ്ട് എന്നർത്ഥമില്ല. സഭ ആളെ അങ്ങ് തള്ളിക്കളയുന്നു അല്ലെങ്കിൽ സഭ ആളെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥമില്ല. പക്ഷേ അതൊരു കുറവായിട്ടാണ് സഭ കാണുന്നത്. അത് താഴോട്ട് പറയുന്നുണ്ട്. സ്വവർഗഭോഗ വാസനയുള്ളവരെ കത്തോലിക്ക സഭ കലവറയില്ലാതെ സ്നേഹിക്കുന്നു. ആദരവോടും സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടെ അവരെ സ്വീകരിക്കുമ്പോഴും സ്വവർഗഭോഗപരമായ എല്ലാ ബന്ധങ്ങളും അവ ഏതു രൂപത്തിലായാലും പരമമായ പാപമാണെന്ന് സഭ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് അതൊരു രോഗമാണ്, രോഗിയോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, രോഗത്തോടാണ് പ്രശ്നം എന്നുള്ള ആ അവസ്ഥയോടാണ് പ്രശ്നം. അതായത് സഭയുടെ പഠിപ്പിൽ അബ്നോർമാലിറ്റി ആണെന്നാണ് സഭ കരുതുന്നത്. ഇപ്പൊ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ പറഞ്ഞ അബ്നോർമാലിറ്റി എന്നുള്ള തലത്തിൽ നിന്ന് ഇതൊരു നോർമാലിറ്റി ആണെന്ന തരത്തിലേക്ക് സഭ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഒരു തുടക്കമാണോ ഇതെന്ന്? അത് എല്ലായ്പ്പോഴും അത് അങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ലേഖനത്തിൻ്റെ തന്നെ താഴെ പറയുന്ന ഒരു കാര്യം നമ്മൾ വായിച്ചു നിർത്തിയത് പ്രഖ്യാപനം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഈ പ്രഖ്യാപനത്തെ മാറ്റാൻ ഈ ലോകത്തിലെ നിയമങ്ങൾക്കോ സഭയ്ക്കു പോലുമോ അധികാരമില്ല. ഒന്നുകൂടെ വായിക്കാം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഈ പ്രഖ്യാപനത്തെ മാറ്റാൻ ഈ ലോകത്തിലെ നിയമങ്ങൾക്കോ സഭയ്ക്ക് പോലുമോ അധികാരമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് തന്നെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. സഭയുടെ നിലപാട് അല്ല, ഇത്രയും എത്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇത് ഒരു വിഭാഗം ആളുകൾക്ക് ഇത് ആശ്വാസകരമായ ഒന്നാണ്. ഇപ്പം അത് ഒരു വ്യക്തിയുടെ സ്വവർഗഭോഗം എന്ന് പറയുന്ന മനസ്സിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തെ അങ്ങനത്തെ നമുക്കതിന് താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട. താല്പര്യമുള്ളവർ തമ്മിൽ ആയിക്കോട്ടെ, അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് അതിനെ ഒരു സ്വാഭാവിക കാര്യമായി വിടുന്നതാണ് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഒരാൾ അതേസമയം തന്നെ അങ്ങനെ താല്പര്യമുണ്ട് എന്ന് കരുതി അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസം പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നും അവർക്ക് സ്വർഗാനുരാഗം പാടില്ല എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ഈശ്വര വിശ്വാസം വേണമെന്ന് പറയാൻ പാടില്ല, വേണ്ട എന്ന് പറയാൻ പാടില്ല. ഇതെല്ലാം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് വേണം ഇത് ചിന്തിക്കാൻ. സ്വർഗ അനുരാഗമുള്ള ഒരാൾ ഈശ്വര വിശ്വാസി കൂടിയാണ്. ആ ആളെ അപ്പോൾ ആ ഈശ്വരവിശ്വാസികളായ ആളുകൾ സ്വാഭാവികമായും ഈ വൈദികരിൽ നിന്നുള്ള അനുഗ്രഹം, അതായത് വൈദികരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ വൈദികരവരെ ബ്ലെസ് ചെയ്യണമെന്നൊക്കെ, അല്ലെങ്കിൽ സഭ ക്രമീകരിച്ചിട്ടുള്ള രീതിയിലൂടെയൊക്കെ അവർക്കൊരു ബ്ലെസ്സിങ് ലഭിക്കണമെന്ന് അവർക്കൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നതിൽ വിലക്കില്ല എന്ന് മാത്രമാണ് മാർപ്പാപ്പ ഈ പുതിയ പ്രഖ്യാപനത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ച കാര്യങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ മാത്രം മനസ്സിലാക്കലാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഈ വത്തിക്കാൻ ന്യൂസിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ രീതിയിലുള്ളൊരു ഇംഗ്ലീഷിലല്ല അത് പൊതുവെ എഴുതാറുള്ളത്. അപ്പോൾ അസാധാരണമായ ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് ഇനി ചിലപ്പോൾ വേറൊരു കമൻറ്റ് വരും. എങ്കിലും ഞാനത് വായിച്ച് മനസ്സിലാക്കി. ഇംഗ്ലീഷുമുണ്ട്. ഞാനത് വായിച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഞാനത് വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ ഇത്രയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈശ്വരവിശ്വാസികളായ ഒരു സ്വർഗാനുരാഗിക്ക് ഈശ്വരവിശ്വാസമുണ്ട്. ആ ആൾ ഒരു അനുഗ്രഹത്തിന്, ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി ഒരു വൈദികൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ വൈദികന് ആ ആളെ ബ്ലെസ് ചെയ്യാം. ഇത്ര മാത്രമല്ല. അല്ലാതെ രണ്ട് സ്വർഗാനുരാഗികൾ ചെല്ലുന്നു, എന്നിട്ട് എന്നാൽ സ്വർഗാനുരാഗികളാണ് ഞങ്ങൾ സ്വർഗ വിവാഹത്തിൽ ഏർപ്പെടാൻ താല്പര്യപ്പെടുന്നു, അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു തന്നാൽ അനുഗ്രഹിക്കില്ല. അല്ല, ഇതിപ്പം അച്ഛൻ അറിയണമെന്നില്ലല്ലോ. അനുഗ്രഹിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്നിട്ട് അച്ഛോ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഇവർ സ്വർഗാനുരാഗികളാണോ അല്ലയോ അച്ഛൻ അല്ല. അങ്ങനത്തെ കേസുകളിൽ ഒന്നും ഇത് വാലിഡ് ആയിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അറിയാതെ തന്നെ, അതായത് സഭയുടെ ഈ നിഷ്കർഷകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് പരിഗണനാ വിഷയം പോലും ആകാതെ എത്രയോ പേരെ ഇവർ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വേളാങ്കണ്ണി എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഒരു പള്ളിയാണ്. ഈ വേളാങ്കണ്ണി പള്ളിയിൽ ഒത്തിരി പേര് തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്നതാണ്. അതൊരു ജാതി മത ഒന്നുമില്ലാത്ത ആളുകളെല്ലാം പോകുന്നതാണ്. ഈ അവിടെ പോകുന്നവരെല്ലാം കത്തോലിക്കരോ ക്രൈസ്തവരോ ഒന്നുമല്ല, മറ്റു മതസ്ഥരായ ആളുകളും പോകുന്നതാണ്. പക്ഷേ അവിടെ ഈ കുർബാന എന്ന് പറയുമല്ലോ, നമ്മുടെ ഈ സഭയിലെ ഏറ്റവും വലിയ ഇതാണ്. അപ്പം ഈ കുർബാന കൊടുക്കുമ്പോൾ അവിടെ പ്രത്യേകം അനൗൺസ് ചെയ്യും, കത്തോലിക്ക സഭ വിശ്വാസികളായ ആളുകൾ വേണം, മാമോദിസ മുങ്ങിയിട്ടുള്ളവർ, കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നവർ മാത്രമേ എന്ത് ചെയ്യാവൂ, കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ.
അല്ലാതെ മറ്റ് മതസ്ഥരായവരോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള മറ്റ് സഭക്കാരോ ഒന്നും ഈ കുർബാന സ്വീകരിക്കാൻ പാടില്ല. മറ്റ് സഭക്കാർ പൂർണ്ണമായും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കത്തോലിക്ക സഭയ്ക്ക് പല സഭകളുമായിട്ട് യൂണിയനുണ്ട്, അവർക്ക് ഐക്യപ്പെട്ട് നിൽക്കുന്നുണ്ട് മറ്റ് പല സഭകളുമായി, അവർക്കൊക്കെ സ്വീകരിക്കാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈശ്വര വിശ്വാസിയല്ലാത്ത ഒരു മതവിശ്വാസിയുമല്ലാത്ത ഒരാൾ ചെന്ന് കുർബാന സ്വീകരിച്ചിട്ട് പോന്നാൽ അത് ആ വൈദികൻ അറിയണമെന്നില്ല. ആ വൈദികൻ അറിയണമെന്നില്ല. അയാൾക്കത് പറയാനേ പറ്റൂ, ഇങ്ങനെ ചെയ്യരുത്, ഇത് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒരു നേർച്ചയൊന്നുമല്ല. അതേസമയം അവിടെ നിന്ന് ഇപ്പം പല പള്ളികളിലുമൊക്കെ ഉണ്ണിയപ്പമൊക്കെ നേർച്ചയായിട്ടൊക്കെ കിട്ടും. ഉണ്ണിയപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഒരു നേർച്ചയായിട്ട് കിട്ടുന്നു എന്ന് വിചാരിക്കുക. അരി വറുത്തത്, അങ്ങനെ പല ഓരോ പള്ളികളിലും ഓരോരോ കാര്യങ്ങളൊക്കെയാണ് നേർച്ചയായിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു നേർച്ച വിളമ്പിനോ ഒക്കെ നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ കത്തോലിക്കരാണെങ്കിൽ മാത്രമേ ഇത് കഴിക്കാവൂ എന്ന് പറയില്ല. അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, മനസ്സിലായി? അതാണ് അതിന്റെ വ്യത്യാസം. ഉദാഹരണത്തിന് പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വിലപ്പോവില്ലെന്ന് തോന്നുന്നു. അല്ല, ഉദാഹരണത്തിന് ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ അത് ഹിന്ദുക്കളായവർ അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് ലോർഡ് അയ്യപ്പയിൽ വിശ്വസിക്കുന്നവർ മാത്രമേ സാധനം നമ്മൾ കഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൂ. അപ്പം എന്നാൽ ഈ കുർബാനയുടെ കാര്യത്തിൽ അവർ പ്രത്യേകം എടുത്തു പറയും, ഇത് അങ്ങനെയുള്ള ഒന്നല്ല, ഇത് കത്തോലിക്ക വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണ്, വിശ്വാസപരമായ കാര്യമാണെന്ന് പറയും. ഇതൊക്കെ ഒരു വശത്ത് ഇങ്ങനെ പറയുമെങ്കിലും ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും മനുഷ്യൻ ഇവിടുന്ന് അവിടുന്ന് എല്ലാം കിട്ടുന്ന എല്ലാം രുചിയുള്ളതാണ് മനുഷ്യൻ കഴിക്കാറില്ല. ഒരു സംശയം കൂടെ ഞാൻ ചോദിക്കുന്നത്, ഈ മറ്റ് സഭകൾക്ക് മാർത്തോമ സഭ, ഓർത്തഡോക്സ്, മറ്റേ ജേക്കബൈറ്റ്സ്, ഇങ്ങനെ പലരും ഉണ്ടല്ലോ, ഇവർക്കും ഇതേ നിലപാട് തന്നെയാണോ ഈ വിഷയത്തിലുള്ളത്? അല്ല, ഈ എല്ലാ സഭകൾക്കും സ്വാഭാവികമായിട്ടും ഈ സുവർഗാനുരാഗം എന്ന് പറയുമ്പോൾ അതിൽ ഈ ബൈബിളിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസം. ഇവരുടെ ബൈബിളിലൊന്നും വ്യത്യാസമില്ല. കത്തോലിക്ക സഭയുടെ ബൈബിളും മറ്റ് സഭകളുടെ ബൈബിളും തമ്മിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. 1-2 പുസ്തകങ്ങൾ കത്തോലിക്ക സഭയിൽ കൂടുതലാണെന്നേ ഉള്ളൂ. എങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ബൈബിൾ ഒറ്റ പുസ്തകമല്ല. ബൈബിളിൽ കത്തോലിക്ക സഭാ വിശ്വാസികളായിട്ടുള്ളവർക്ക് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന കത്തോലിക്കരുടെ ബൈബിളുണ്ട്. ഓർത്തഡോക്സ്, യാക്കോബായ, ജീസസ് ഒന്നല്ലേ ഉള്ളൂ. ഇപ്പം മർത്തോമായ ഓർത്തഡോക്സ്, യാക്കോബായ സഭകളൊക്കെ ഉപയോഗിക്കുന്ന ബൈബിളിൽ നിന്ന് കത്തോലിക്ക സഭയിലെ ബൈബിളിൽ ഒരു 2 പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലുണ്ട്, 2 ചാപ്റ്റേഴ്സ് കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഇതിനകത്തിലും ഉണ്ട്. ഒരു കത്തോലിക്ക ബൈബിൾ പൂർണ്ണമായും വായിച്ചിട്ട് ഇപ്പുറത്തെ വന്നൊരു ബൈബിൾ വായിക്കുമ്പോൾ അത് 2 ചാപ്റ്റർ കുറവായിരിക്കുമെന്നേ ഉള്ളൂ. അന്ന് വെച്ച് എന്തെങ്കിലും വലിയ ഭീകരമായ പ്രശ്നം അതിലില്ല. കാരണം അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. ഇത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ബൈബിൾ എല്ലാ വിശ്വാസങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ ഈ കാര്യത്തിലുള്ളൊരു സ്വീകരിക്കുന്ന ഒരു നിലപാട് എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ചർച്ചസൊക്കെ ഇപ്പോൾ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആഗോളതലത്തിൽ ഉള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ. ആ കത്തോലിക്ക സഭയ്ക്ക് തന്നെ ഇന്ത്യയിൽ 3 ആരാധനാ രീതികൾ, 3 റീത്തുകളുണ്ടെന്ന് പറയും. സിറോ മലബാർ, സിറോ മലങ്കര, പിന്നെ ലത്തീൻ സഭ എന്നൊക്കെ പറഞ്ഞ് 3 റീത്തുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മറ്റ് സഭകളുമുണ്ട്. അവരൊക്കെ ഈ കാര്യത്തിൽ കുറച്ചുകൂടെ കടുംപിടുത്തമേ പിടിക്കത്തുള്ളൂ. ഒരു കാരണവശാലും ഇപ്പം ബ്ലസ് ചെയ്യാൻ ആരനുവദിച്ചു? കത്തോലിക്കർ അനുവദിച്ചു. ഞാൻ എൻ്റെ ഒരു വീക്ഷണം പറയുകയാണ്, ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെയാണെന്നൊക്കെ വന്ന് കമൻ്റ് ഇടും. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് സഭ്യമല്ല എന്ന് കരുതി അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് ഇപ്പം ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചോ അല്ലെങ്കിൽ മാർത്തോമ സഭയോ യാക്കോബായ സഭയോ ഒക്കെ സുവർഗാനുരാഗത്തെ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല. അങ്ങനെ ഒരു അംഗീകാരമില്ല. സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലാണ് വിവാഹം സാധ്യമാകുന്നത്. അല്ലാതെ ഒരു പുരുഷനും തമ്മിലോ സ്ത്രീയും തമ്മിലോ വിവാഹത്തിന് അങ്ങനെ വിവാഹിതരാകുന്നതിന് ദാറ്റ് ഈസ് നോട്ട് വാലിഡ്. അങ്ങനെ ഒരു സംഗതി സഭ ചിന്തിക്കുന്നില്ല. സഭ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. കത്തോലിക്ക സഭയ്ക്ക് ഒരു ചിന്തയുണ്ട്, ഇങ്ങനെ വാലിഡ് ആയ അയാൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ അയാൾ ഒരു അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ വേറെ അതിനപ്പുറത്ത് വേറെ ഉണ്ട്. ഞാൻ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ എൻ്റെ പടുവൊക്കെ പോവാണ് എന്ന് വിചാരിച്ചാലും ഒരു അംഗം കുറയല്ലേ? അതെ അങ്ങനെയുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മനുഷ്യൻ്റെ സ്വാഭാവിക ജീവിത താല്പര്യങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് ഈ മതക്രമങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ മതഭരണകൂടങ്ങൾ, സഭകളൊക്കെ നിൽക്കുന്നതെങ്കിൽ മതത്തെയും സഭയെയും ഒക്കെ അവഗണിച്ച് അതിലൊന്ന് പുറത്തു ചാടിപ്പോകാനുള്ളൊരു ത്വരയാണ് മനുഷ്യനിപ്പോൾ ഉള്ളത്. ഈ അങ്ങനെ തന്നെ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ഹിന്ദുവിൽ നിന്നും ഒക്കെ പുറത്തു ചാടി സ്വസ്ഥതയോടെ സമാധാനത്തോടെ മറ്റ് ബുദ്ധിമുട്ടുകളോ കെട്ടുപാടുകളോ ഇല്ലാതെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. പക്ഷേ ഇപ്പൊ ബിനോയ് പറഞ്ഞ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ, ഈ മതങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ
സ്വസ്ഥത ലഭിക്കുന്ന മനുഷ്യരുമാണ്. അങ്ങനെയുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ മതങ്ങളിൽ വലിയ ബുദ്ധിമുട്ടായി മാറിയ മനുഷ്യരുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് അവരുടെ എണ്ണം കൂടി വരികയാണ്. മതങ്ങളിൽ നിന്ന് രക്ഷ നേടുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ മതങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതിൽ നിന്ന് വിരുദ്ധ അഭിപ്രായം അല്ല, മനുഷ്യർക്കൊപ്പം നിൽക്കാൻ മതങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം ചിന്തിക്കൂ, ഈ മതേതര പാർട്ടികളൊക്കെ മതങ്ങൾക്കൊപ്പം നിൽക്കാൻ അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ അത് വേറെ കേസാണ്. എന്താണെന്നറിയോ? അല്ലല്ല, അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മതത്തിന്റെ നിലപാടുകളിൽ അവരുടെ ജീവിത ക്രമങ്ങൾ അത് സംബന്ധിച്ച നടപടികളിലൊക്കെ വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അത് പറയാതെ മിണ്ടാതിരിക്കും. അത് വോട്ട് കിട്ടാൻ വേണ്ടി കൂടെ നിർത്തുക, വോട്ട് വാങ്ങിക്കുക എന്നുള്ള ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പണ്ട് ഈ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അവരുടെ ഈ പാർട്ടി കോൺഗ്രസ് ഒക്കെ കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഈശ്വര വിശ്വാസി ആയിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറയുന്നില്ലേ? തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ആ പാർട്ടി നാള് കുറയുന്നുള്ളതാണ് പ്രശ്നം. ഇതേ കാര്യമാണ് ഇപ്പുറത്ത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി രക്ഷപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപദ്രവമായി മാറുമ്പോൾ, അത് മതമായാലും രാഷ്ട്രീയമായാലും ഒരു ഉപദ്രവമായി മാറുമ്പോൾ സ്വസ്ഥത മതി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് സ്വസ്ഥമായിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മതത്തിന് മാത്രമല്ല, മതവും ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. പൊളിറ്റിക്സിനും പൊളിറ്റിക്കൽ പാർട്ടീസ് അവർക്കും ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അവർക്ക് നേരത്തെ അവർ പിടിച്ചിരുന്ന കടുംപിടുത്തങ്ങളൊക്കെ മാറ്റി വിട്ടുവീഴ്ചകൾക്കൊക്കെ അവർക്ക് തയ്യാറാകേണ്ടി വരും. അത്തരം ഒരു തയ്യാറാകലിന്റെ ഒരു പ്രാരംഭ ഘട്ടമായിട്ട് ഇതിനെ കാണാനാണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ല, ഇതൊരു ചെറിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. കാരണം അവരെ കൂടെ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, അവരെ കലവറയില്ലാതെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതില് പക്ഷെ ഒരു ഔദാര്യത്തിന്റെ ഭാവമുണ്ട്. നിങ്ങൾ കുഴപ്പക്കാരാണ്, നിങ്ങളെന്തോ രോഗികളാണ്, നിങ്ങൾ ഒരു നോർമാലിറ്റിക്ക് ചേർന്ന ആൾക്കാരല്ല, എങ്കിലും നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതേസമയം ഞങ്ങൾക്ക് നിങ്ങളെന്ന വ്യക്തികളോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എന്തൊരു ഔദാര്യത്തിന്റെ ഭാഷ ഇങ്ങനെ പറയാ, പാവം നിനക്കൊന്നുമില്ല കേട്ടോ എന്ന് പറയുന്നത് പോലൊരു സംഗതിയാണ്. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കൊലപാതകം ചെയ്ത ആളെ പോലും സഭയുടെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അയാളെ സ്നേഹിക്കുന്ന രീതിയിലുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, ഉദാഹരണത്തിന് ഒരു കൊലപാതകം ചെയ്ത ആളെ അല്ലെങ്കിൽ അങ്ങനെ ഹീനമായ ഒരു ക്രൈം ചെയ്ത ഒരാളോട് സഭയ്ക്ക് വിരോധമൊന്നുമില്ല, അല്ലെങ്കിൽ സഭ അയാളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ സഭയ്ക്ക് എന്തിനോടാണ് വിരോധം? കൊലപാതകത്തോടാണ് എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ സ്വർഗ്ഗാനുരാഗത്തെ കുറച്ച് കുറഞ്ഞ ഒന്നായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അങ്ങനെ നോർമൽ അല്ല, നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ സംരക്ഷിക്കാം, ഓക്കെ കുഴപ്പമില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ ഈ പരിപാടി പറ്റൂല കേട്ടോ എന്നായിരുന്നു നിലപാട്. ഇപ്പം അതിൽ ചെറിയൊരു മാറ്റമാണ്. അതിലുള്ളൊരു ചെറിയ മാറ്റം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പലതവണ പറഞ്ഞതുപോലെ തന്നെ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ഒരു ബ്ലെസ്സിങ് അല്ല, അതിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അതിലേക്ക് എത്തട്ടെ എന്ന് ബിനോയ് പറയുന്നത് പോലെ തന്നെ അതിലേക്ക് എത്തിക്കരുത് എന്ന് വാദിക്കുന്നവരും സഭയിൽ വളരെയധികം. അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷേ ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ തെരഞ്ഞെടുക്കുക അവനവന് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം, ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കാം, പരസ്പരം ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി എന്നുള്ളത്. അതെ, എന്തായാലും ഈ വിഷയം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ, വാർത്താമാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വന്നെങ്കിലും ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ വത്തിക്കാൻ സഭയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു മീഡിയയിൽ നിന്ന് തന്നെ വായിച്ച് എനിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ വിവരങ്ങൾ അവതരിപ്പിച്ചത് എന്നുകൂടെ പറയട്ടെ. എന്തായാലും ഇനിയും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത മതമുള്ളവർക്കും മതരഹിതർക്കും ഒന്നും ഇത് കേൾക്കുന്ന ആർക്കും, സ്വർഗ്ഗാനുരാഗികൾക്കും സ്വർഗ്ഗാനുരാഗികളല്ലാത്തവർക്കും എല്ലാം മനുഷ്യരാണെങ്കിൽ സന്തോഷം നൽകുന്നതായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇതും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. തിരുനാളിന് വെടിക്കെട്ട് വേണ്ട, ആ പണം കൊണ്ട് പാവങ്ങൾക്ക് വീട് പണിത് കൊടുക്കണമെന്ന് തലശ്ശേരി രൂപത എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. പള്ളിത്തിരുനാൾ ആഘോഷങ്ങളിൽ വെടിക്കെട്ട് ഒഴിവാക്കി ആ പണം കൊണ്ട് പാവങ്ങൾക്ക് വീട് പണിത് കൊടുക്കണമെന്ന് തലശ്ശേരി അതിരൂപത. ക്രിസ്മസിന് പിന്നാലെ തിരുനാൾ സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനി പുറപ്പെടുവിച്ച സർക്കുലറിലാണ് ഈ കാര്യം നിർദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ഇതിൻ്റെ താഴോട്ടുള്ള വാർത്തയിൽ പറയുന്നത് ഏതാണ്ട് 50,000 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഒരു ശരാശരി വെടിക്കെട്ടിന് ഇവർ തയ്യാറാക്കുന്നത്. ഏതാണ്ട് 2,89,559 വിശ്വാസികളാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ളത്.
198 ഇടവകളും 75 കുരിശുപള്ളികളും 314 ചാപ്പലുകളും ഉണ്ട്. 50,000 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഇവിടെ ഒരു പള്ളിയിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വെടിക്കെട്ടുകൾ നടത്തുന്ന പള്ളികളിൽ എത്രയോ പണം കിട്ടും. അല്ല, അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് ഈ ജോസഫ് പ്ലാമ്പാനി പലപ്പോഴും ഈ അദ്ദേഹം വാർത്തകളിൽ ഇടപിടിച്ചത് റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടാണ്. ഓർക്കുന്നുണ്ടല്ലോ, ബി ജെ പിയുമായിട്ടുള്ള ഒരു പാലമിടുന്നതിനൊക്കെ. അതെ അതെ അതെ. അപ്പോൾ ആ രീതിയിൽ ഒക്കെ ഇടം പിടിച്ച ഒരാൾ കൂടിയാണ് ഈ മാർ ജോസഫ് പാംപ്ലാനി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ സർക്കുലർ സ്വാഭാവികമായിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും സന്തോഷം. ഇപ്പോൾ ഭയങ്കരമായി വെടിക്കെട്ട് കമ്പക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഭയങ്കര അത് എന്നാ ബിഷപ്പ് തന്നെ വർത്താനമായി പറഞ്ഞതെന്നൊക്കെ ഒരു പക്ഷേ അവർ ചോദിച്ചേക്കും. എങ്കിൽ കൂടിയും വീടില്ലാത്ത ഒത്തിരി പേർക്ക് ഇതിലൂടെ, ഒത്തിരി പേർക്കൊന്നും വേണ്ട, ഒരു 2 പേർക്ക് ഈ വർഷം, ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും പല വിമർശനങ്ങളും കേൾക്കുന്ന സഭയ്ക്ക് വിമർശനത്തിന് അതീതമായി ഉള്ള ഒരു നന്മ പ്രവൃത്തിയായിട്ട് ആളുകൾ അതിനെ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ക്രിസ്മസിന് ശേഷം വരുന്ന ഈ പെരുന്നാളുകളുടെ ഘോഷയാത്രയിൽ നിങ്ങൾ വെടിക്കെട്ട് ഒഴിവാക്കി ഈ ബിഷപ്പ് പറഞ്ഞതുപോലെ വീട് വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അങ്ങനെ ഈ തലശ്ശേരി അതിരൂപതയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭവനരഹിതരായ മനുഷ്യർ ഇല്ലാതെയാകട്ടെ, എല്ലാവർക്കും വീട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകട്ടെ. എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ക്രിസ്മസിൻ്റെ ഒരു യഥാർത്ഥ സന്തോഷവും ഒരു സന്ദേശവുമൊക്കെ അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ടിൻ്റെ സമയം ഇവിടെ പൂർത്തിയാകുകയാണ്. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.